ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഇനി തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? ഓക്കെ, ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നൊരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളൊരു സെപ്പറേഷനിൽ ആണ് എന്നാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെപ്പോഴും അവരോടൊപ്പം ഉള്ളതുപോലെയാണ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് തീർച്ചയായിട്ടും അവർ നിങ്ങളെ അത്രയധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ്, ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു സെപ്പറേഷൻ ടൈമിൽ അത്രയും ഒരു ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ലവ് എനർജിയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു പ്രണയം ഉണ്ട് എന്നാണ് കാണുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസിഷനോട് കൂടി ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വന്നു ചേരും എന്നുള്ള എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു റൈറ്റ് ടൈം ആയിട്ടുള്ള സമയത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ സഡനായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയല്ല ഈ ഒരു പേഴ്സൺ. അപ്പോൾ എങ്കിലും അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പോസിറ്റീവ് കാർഡുകളൊക്കെ നമുക്കിവിടെ കിട്ടുന്ന എനർജികൾ ഈ കാർഡുകൾ പറയുന്നുണ്ട്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി പേഴ്സൺസ് ഒക്കെ വ്യക്തികൾ ഒക്കെ ഉണ്ട് എന്ന് കാണുന്നു. ഒരുപാട് പേര് ഈ എതിർക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിതെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ, അതായത് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആകാം, കരിയർ പ്രോബ്ലംസ് ആകാം, ജീവിതത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി തന്നെ ആക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികളുള്ള ഇവിടെ ഈ എനർജി നമുക്ക് കിട്ടുന്നുണ്ട്, വ്യക്തികളുടെ എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ അവർക്ക് കീപ്പ് ചെയ്ത് പോകേണ്ടതായിട്ടുള്ള വ്യക്തികളും ഇതിൽ ഉള്ളതായിട്ട് കാണുന്നു. ഈ ഒരു പ്രോബ്ലംസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ നിങ്ങളെ ഒന്ന് ജസ്റ്റ് മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നിട്ടുള്ള വ്യക്തികളെയും നമുക്കിവിടെ കാണുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങളെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ ഈ വ്യക്തി തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് തീർച്ചയായിട്ടും വളരെ ലോ എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫീൽ ചെയ്യുകയാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയില്ല എന്നുള്ള രീതിയിൽ. മേ ബി അത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. അവർ ഒരിക്കലും ഇനി എൻ്റെ ഒരു ലൈഫിലേക്ക് തിരികെ വരില്ല, ഇനിയും ഞാൻ പ്രതീക്ഷിക്കണമോ, ഇനിയും ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ എങ്കിലും ഈ
നിമിഷത്തിലും ഈ റിലേഷൻഷിപ്പിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ ഒരു എൻഡിങ് പോയിന്റിൽ നിൽക്കുമ്പോഴും ഈ റിലേഷൻഷിപ്പിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അത്രയും ഒരു ഡീപ്പായിട്ട്, ഇൻറ്റൻസായിട്ട്, അത്രയും ഡീപ്പായിട്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലവ് എനർജി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ കൂടുതലും നമുക്ക് വ്യക്തമായിട്ട് കാർഡുകൾ കിട്ടാനില്ല. വളരെ ആഴത്തിലുള്ള ഒരു പ്രണയമാണിത്. ലോകത്തിലെ തന്നെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പവർ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്കൊരു പവറുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ് എന്ന് മനസ്സിലാക്കുക. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉള്ള വ്യക്തികളാണ്. മേ ബി യൂണിവേഴ്സായിട്ട് തന്നെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു സെപ്പറേഷനിലൊന്നും ഒരിക്കലും നിങ്ങൾ തളരരുത്. നിങ്ങൾ നല്ല ബോൾഡായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സെപ്പറേഷനൊന്നും നിങ്ങളുടെ ആ ഒരു പ്രണയത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയെ ഒട്ടും കുറയ്ക്കില്ല. ആ വ്യക്തി അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് അത്രയും ആഴത്തിലുള്ള ഒരു പ്രണയം സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ വരെ പോസിബിൾ ആകുന്ന ഒരു സമയങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം, അല്ല ഇപ്പോൾ നടക്കുന്നുണ്ടാവാം എന്ന് മനസ്സിലാകുന്നു. മേ ബി നിങ്ങളുടെ ഡ്രീംസിൽ ഈ വ്യക്തിയെ കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കാണുന്നുണ്ടാകാം. അതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡെപ്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി കൂടുതലും നിങ്ങളുടെ എനർജി ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഈ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് ഈ ഒരു എനർജി നിങ്ങളുടെ എനർജിയായിട്ട് നമുക്ക് ഒത്തിരി കണക്ട് ചെയ്ത് പറയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇനിയും ഞാൻ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, അത്തരത്തിലുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്താണ് ഈ വ്യക്തിയിൽ നിന്ന് ഇനി എനിക്ക് എന്തെങ്കിലും ഒരു ജസ്റ്റിസ് ലഭിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ ഇരിക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ കൂടുതലും ഈ ഒരു റീഡിങ് കേൾക്കുന്നത് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു പ്രണയം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്രയും ആഴമേറിയ ഒരു പ്രണയം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വ്യക്തി ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനും എന്ത് സാക്രിഫൈസ് ചെയ്യാനും തയ്യാറായിട്ടിരിക്കുകയാണ്. അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച്, എല്ലാ ഓപ്പോസിഷനെയും എല്ലാ സ്ട്രഗിൾസിനെയും ഒക്കെ മറന്നുകൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതായത് ലൈഫ് ലോങ് നിങ്ങളോട് ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന എനർജി. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. ഈ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാൻ, അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണോ അവർ പ്രപ്പോസ് ചെയ്ത് തന്നത് അതേപോലെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു തടസ്സങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആകുന്നതായിട്ട് നമുക്ക് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ എത്തുന്ന സമയം വളരെ പോസിറ്റീവായിട്ടുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അതുപോലെ തന്നെ അഫർമേഷൻസ് പറയുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അഫർമേഷൻസ് പറയുക. ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് നിങ്ങൾ സെപ്പറേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ അതൊക്കെ ഒന്ന് റിയലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എൻ്റെ ലൈഫിലേക്ക് തിരികെ വന്നതിന് യൂണിവേഴ്സിന് ഞാൻ നന്ദി പറയുന്നു എന്ന് ആവർത്തിച്ചുള്ള അഫർമേഷൻസ് പറയുക. അപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ അധരങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മളിലേക്ക് വന്ന് ഭവിക്കുന്നു. അങ്ങനെയാണ് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള അഫർമേഷൻസ് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ടൈം കിട്ടുമ്പോഴും നമ്മൾ ഏകാഗ്രമായിരിക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള അഫർമേഷൻസ് പറയാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം.
I feel empty without you. I am changing and learning some hard lessons right now. ഓക്കെ, ഇല്ലാതെയായപ്പോൾ, അതായത് നിങ്ങളെ കൂടാതെ, നിങ്ങളില്ലാതെ അവരുടെ ലൈഫിൽ അവർ വളരെ വട്ടപൂജ്യമാണ്, ശൂന്യതയാണ് അവർ. ഐ ആം ചേഞ്ചിങ്, ഞാനിപ്പോൾ ഒത്തിരി ചേഞ്ച് ആയിരിക്കുന്നു. പല ലെസൺസും അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച സ്ട്രഗിളിൽ നിന്നും മറ്റുമായിട്ട് പല ലെസൺസ് അവർ പഠിച്ചു കഴിഞ്ഞു, ഒത്തിരി അവർ മാറി എന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, നിങ്ങളോടുള്ള ആ ഒരു ഡെപ്ത്, ആഴത്തിലുള്ള ബോണ്ടിങ്, ആ ഒരു ഫീലിങ്സ് എല്ലാം തന്നെ ഇവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് എന്ന് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഐ എം നോട്ട് ദ ബെസ്റ്റ് ബട്ട് ഐ വിൽ ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട്. ഓക്കെ, ഞാൻ ഒരിക്കലും ഒരു ബെസ്റ്റായിട്ടുള്ള ഒരാളല്ല, പക്ഷേ ഞാൻ എൻ്റെ മുഴുവൻ ഹൃദയത്തോടും കൂടി നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യു ടച്ച്ഡ് മൈ ഹാർട്ട്, നിങ്ങളാണ് എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത ആളെന്ന് നിങ്ങളോട് പറയുകയാണ് ഈ വ്യക്തി. അതുപോലെ തന്നെ ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. ഓക്കെ, നിങ്ങളില്ലാതെ വീണ്ടും വളരെയധികം ശൂന്യത ഉള്ളതായിട്ട് മനസ്സിലാവുന്നു. നിങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം അവർ ഒന്നുമല്ല എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായിരിക്കുകയാണ്. ദിസ് ടൈം ഐ എം നോട്ട് റെഡി, ഗീവ് മീ ടൈം. ഓക്കെ, അവർ വെയിറ്റ് ചെയ്യാനുള്ള ഡിവൈൻ ടൈമിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ഓൾറെഡി റീഡിങ് കിട്ടിയതാണ്. ഈ ഒരു സമയം റൈറ്റ് ആയിട്ടുള്ള ടൈമല്ല, കുറച്ച് സമയം എനിക്ക് തരണമെന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്, ട്വിൻ ഫ്ലെയിംസ് ആണ് എന്നുള്ള കാര്യം ഈ വ്യക്തി മനസ്സിലാക്കി അത് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നു. ഐ കനോട്ട് സ്ലീപ്പ് ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് ഉറങ്ങാൻ കൂടി കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ അവരെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് reading. Okay. Clues related to this reading. Okay. ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ലെറ്റർ എം കിട്ടിയിട്ടുണ്ട്, നമ്പർ 23 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, 1975 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ല എന്നുള്ള ആളുകളായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ക്രേസ് ഉള്ള വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. സെപ്റ്റംബർ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ട്രൂ ലവ്, ഇത് യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹമാണ് എന്നുള്ളൊരു ക്ലൂ കിട്ടുന്നു. 26 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. സെൻസിറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. 1994 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1976 കിട്ടുന്നുണ്ട്. പർപ്പിൾ കളർ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു. പേഷ്യൻസ്, ഒത്തിരി ക്ഷമയുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജാനുവരി മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു പോസിബിലിറ്റിയാണ്. ലെറ്റർ ജെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1977 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. യെല്ലോ കളർ, ഓക്കെ, യെല്ലോ കളർ ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ടീ ലവർ, ചായ ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ടുമോറോ, നാളെ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1999 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 51 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ ഇ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 45 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. ടുമോറോ, വീണ്ടും നമുക്കൊരു പോസിബിലിറ്റി ടുമോറോ ഇവിടെ കിട്ടുന്നുണ്ട്. ഫെബ്രുവരി മന്ത് വീണ്ടും ഒരു പോസിബിലിറ്റിയാണ്. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കെയറിങ്, വളരെ കെയറിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ വളരെ കെയറിങ് നൽകുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.